الحمد لله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على رسول الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والطور وكتاب مسطور في رق منشور والبيت المعمور والسقف المرفوع. വിശുദ്ധ ഖുർആനിലെ പുതിയൊരു അധ്യായത്തിന് നമ്മൾ ഇന്ന് പഠനം തുടങ്ങുകയാണ്. ഖുർആനിലെ 52-ാമത്തെ അധ്യായം സൂറത്ത് തൂർ ആണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഈ സൂറത്തില് 49 വചനങ്ങളാണ് ഉള്ളത്. മക്കയിൽ വെച്ച് അവതീർണമായ സൂറയാണ് സൂറത്തു തൂർ. ആദ്യമായി അതിന്റെ പാരായണം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതിൽ വരുന്ന നിയമങ്ങളൊന്ന് പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم والطور وكتاب مسطور في رق منشور والبيت المعمور والسقف المرفوع والبحر. ഈ ജാഫർ അൽ ഗാംദിന്റെ ഖിറാഅത്തിൽ ചേർത്തിട്ട് ഓതുന്നുണ്ട്. തൽക്കാലം നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ ചേർക്കാതെ തന്നെ ഓതാം, സെപ്പറേറ്റ് ഓതാം. അൽ അജമിയുടെ ഓത്ത്, അൽ അജമിയുടെ ഓത്താണ് കുറച്ചും കൂടി ഉഷാറുള്ളത്. അതൊന്നും എടുത്താം അജമിയുടെ ഖിറാഅത്ത്. بسم الله الرحمن الرحيم والطور وكتاب مسطور في رق منشور والبيت المعمور والسقف المرفوع. ഇതാണ് കുറച്ചും കൂടി സെപ്പറേറ്റ് ഓതുന്നത്. ആ ഓത്തെ നമുക്ക് ഫോളോ ചെയ്യാം. അൽ അജമിന്റെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിം മൻശൂർ വൽബൈത്തിൽ മഅമൂർ വസ്സഖഫിൽ മർഫൂർ. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ആയത്തില് കിതാബിൻ എന്നുള്ള നൂനിനെ മീമിലേക്ക് ചേർത്ത് മണിക്കണം. വത്തൂറിലെ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കാനില്ല, ശ്രദ്ധിച്ചാൽ മതി. കിതാബിൻ പ്ലസ് മാ, ആ നൂനെ മീമിലേക്ക് ചേർത്തിട്ട് മണിക്കണം. കിതാബിൻ മസ്തൂർ, അത് ഇദ്ഗാം ബിഗുന്നയാണ്. ബിൻ എന്നുള്ള നൂന് മീമിലേക്ക് ഇദ്ഗാമായിട്ട് ചേർത്ത് നമ്മൾ പോകണം. പിന്നെ ഫീ റഖിൻ പ്ലസ് മാ, അതും അങ്ങനെ തന്നെ ഇദ്ഗാം ബിഗുന്നയാണ്. ഫീ റഖിം. പിന്നെ മൻ പ്ലസ് ഷു, അവിടെ നൂനെ ഷീൽ മറച്ചു വെച്ച് മണിക്കണം. മൻഷൂ. പിന്നെ വൽ ബൈത്തിൽ മഅമൂർ, അവിടെ ഐൻ ശ്രദ്ധിച്ചാൽ മതി. വൽ ബൈത്തിൽ ഐനാണ് മഅമൂർ. പിന്നെ അഞ്ചാമത്തെ ആയത്ത് വസ്സഖ് എന്നുള്ളത് ശരിക്കും പ്രൊനൗൺസ് ചെയ്യണം. ആ സുക്കൂന് സാധാരണ സുക്കൂന് നമ്മൾ ചേർത്ത് അങ്ങ് വായിക്കലാണ്. ഇവിടെ അങ്ങനെയല്ല, ഈ ഖുത്ബുജത്തിലെ സുക്കൂന് പ്രൊനൗൺസ് ചെയ്യണം. വസ്സഖ്ഫിൽ മർഫൂർ. ഈ അജമിന്റെ ഓത്ത് നമുക്ക് ഫോളോ ചെയ്യാം.
വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ വൽ ബൈത്തിൽ മഅമൂർ വസ്സഖഫിൽ മർഫൂർ. ഖിറാഅത്തിൽ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ഇതിൽ വരുന്ന പുതിയ പദങ്ങൾ, ഇതിന്റെ പദങ്ങളുടെ അർത്ഥം. വ എന്നുള്ള സത്യത്തിനാണ്. നമ്മൾ സാധാരണ വല്ലാഹി എന്ന് പറയാറില്ലേ, വല്ലാഹി. അവ സത്യത്തിന്റെ, വാവുൽ ഖസം എന്നാണ് അതിന് അറബി പറയാം. തൂർ എന്ന് പറഞ്ഞാൽ, തൂർ ഇതിന്റെ നോട്ട് എന്താണ് തയ്യാറാക്കിയിട്ടില്ല. ഇൻഷാല്ലാ അടുത്ത ക്ലാസ് മുതൽ നോട്ട് തയ്യാറാക്കും. തൂർ നിങ്ങൾ എഴുതിയെടുത്താൽ മതി. തൂറിന്റെ പ്ലൂറൽ അത്തുവാറുൻ എന്നാണ്. തൂറിന്റെ പ്ലൂറൽ എന്താണ്? അത്തുവാറുൻ എന്നാണ്. തൂറിന്റെ അർത്ഥം അറബിയിൽ പറഞ്ഞാൽ ജബലുൻ യുൻബിത്തു ഷജറ, മരങ്ങളും ചെടികളും പുല്ലുമൊക്കെ മുളക്കുന്ന മലകൾക്കാണ് തൂറ് എന്ന് പറയാം. കോമൺ ആയിട്ട്, പൊതുവായിട്ട്. മരങ്ങളൊന്നും ഇല്ലാത്ത നമ്മൾ ഗൾഫ് നാട്ടിലൊക്കെ കാണുന്ന മാതിരിയുള്ള മലകളുണ്ടല്ലോ, അതിന് ജബൽ എന്നാ പറയാ. ജബൽ, പർവ്വതം, ജബൽ. അപ്പൊ മരം ഉള്ള, വൃക്ഷങ്ങളുള്ള മലകൾക്കാണ് തൂറ് എന്ന് പറയാ. അപ്പൊ തൂറിന്റെ അർത്ഥം എന്താണ്? മരങ്ങൾ ഉള്ള പർവ്വതം എന്നാണ് അർത്ഥം. മരങ്ങൾ ഉള്ളതായ പർവ്വതം എന്നാണ് തൂറിന്റെ അർത്ഥം. അപ്പം രണ്ട് രൂപത്തിൽ വിശദീകരണത്തിൽ വരുന്നുണ്ട്. ഇത് രണ്ടർത്ഥവും പറയാം. മൊത്തത്തിൽ മരങ്ങളുള്ള എല്ലാ മലകളും അതിൽപ്പെടും. അതല്ല, തൂരി സീന പർവ്വതം, സാനബിക്ക് വഹി ലഭിച്ച തൂരി സീന പർവ്വതം ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് രണ്ട് വ്യാഖ്യാനമുണ്ട്. രണ്ടാമത്തെ വാക്ക് വകിതാബിൻ മസ്തൂർ. വകിതാബിൻ മസ്തൂർ. കിതാബ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കിതാബുൻ ജമ്മു കുത്തുബ് എന്ന് പറഞ്ഞാൽ ബുക്ക്, ഗ്രന്ഥം എന്നൊക്കെ അർത്ഥം. മസ്തൂർ ആണ് അതിൽ പഠിക്കാനുള്ള ഒരു വാക്ക്. അതിന്റെ പാസ്റ്റ് ടെൻസ് സത്തറ എന്നാണ്. സത്തറ. അത് നിങ്ങൾ എഴുതിയെടുക്കണം. സത്തറ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എഴുതി അല്ലെങ്കിൽ ലൈനിട്ടു, വരയിട്ടു എന്നാണ്. യസ്തുറു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രസന്റ് ടെൻസ് ആണ്. എഴുതുന്നു അല്ലെങ്കിൽ വരയിടുന്നു. സത്തിർ എന്ന് പറഞ്ഞാൽ വര എന്ന അർത്ഥം. ലൈൻ എന്നുള്ളതിന് സത്തിർ എന്ന് പറയും. ബുക്ക് വരയുള്ള, കിതാബ് മുസത്തറ എന്ന് പറഞ്ഞാൽ വരയുള്ള ബുക്ക് എന്നാണ്. സത്തിർ എന്ന് പറഞ്ഞാൽ എന്താ? എഴുതുക അല്ലെങ്കിൽ സത്തറ എഴുതി വരയിട്ടു. യസ്തുറു എഴുതുന്നു വരയിടുന്നു. സത്തുറുൻ എഴുതല് വരയിടൽ. അപ്പൊ അതാണ് അതിന്റെ റൂട്ട് വേർഡ്, സത്തറ യസ്തുറു എന്നുള്ളത്. ഇതിന് ആ ക്രിയനെ മഫ്ഊൽ ആക്കിയതാണ്. മഫ്ഊൽ നമുക്കറിയാലോ, നെയിം ഓഫ് ഒബ്ജക്റ്റ് ആണ്. നസറ സഹായിച്ചു, മൻസൂർ എന്ന് പറഞ്ഞാൽ സഹായിക്കപ്പെട്ടവൻ. ആർക്കാണോ സഹായം കിട്ടിയത് അവനാണ് മൻസൂർ. അതിന് മഫ്ഊൽ വസ്നാണ്. സത്തറ എഴുതി, മസ്തൂർ എന്നാണ് എന്തർത്ഥം? എഴുതപ്പെട്ട. ഇവിടെ ആ അർത്ഥം കൊടുത്താൽ മതി, എഴുതപ്പെട്ട. വരയിട്ടാന്നല്ല, അങ്ങനെ അർത്ഥം ഉണ്ടതിന്. എഴുതി അല്ലെങ്കിൽ വരയിട്ടു, രണ്ടർത്ഥം ഉപയോഗിക്കാം. ഇവിടെ മസ്തൂർ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട എന്നർത്ഥം. അപ്പൊ കിതാബൻ മസ്തൂർ എന്ന് പറഞ്ഞാൽ രണ്ടും കൂട്ടി പറയുമ്പോൾ എഴുതപ്പെട്ട ഗ്രന്ഥം തന്നെയാണ് സത്യം. എഴുതപ്പെട്ട ഗ്രന്ഥം തന്നെയാണ് സത്യം. അടുത്ത ആയത്ത് ഫീ റഖിൻ മൻശൂർ. മസ്തൂർ എന്ന് ഖുറാനിൽ 3 സ്ഥലത്ത് വന്നിട്ടുണ്ട്. സത്തറ യസ്തുർ ഖുറാനിൽ വന്നിട്ടുണ്ട്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. പേന തന്നെയാണ് സത്യം. ആ പേന കൊണ്ട് അതിന്റെ പ്രസന്റ് ടെൻസ് അവിടെ ഉപയോഗിച്ചു. ഒരു വാക്കുകൾ പഠിക്കുമ്പോൾ പാസ്റ്റും പ്രസന്റും പഠിക്കുന്ന അതിനാണ്. സത്തറ പാസ്റ്റ് ആണ്, യസ്തുർ പ്രസന്റ് ആണ്. അത് നമ്മൾ സർഫാക്കിയാൽ യസ്തുർ, യസ്തുറാണ്, യസ്തുറൂനാണ്. അതാണ് സൂറത്ത് ഖലമിൽ ഉപയോഗിച്ചത്. വൽ ഖലം പേന തന്നെയാണ് സത്യം. വമാ യസ്തുറൂൻ അവർ ആ പേന കൊണ്ട് എഴുതുന്നതും തന്നെയാണ് സത്യം എന്ന്. അല്ലെ? അങ്ങനെ 3 സ്ഥലത്ത് ഇതിന്റെ വകഭേദങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ എഴുതപ്പെട്ട ഗ്രന്ഥം തന്നെയാണ് സത്യം. എവിടെയാണ് അത് എഴുതിയത്? ഈ റഖിൻ മൻശൂർ. റഖിൻ മൻശൂർ അല്ലെ? റക്ക് അല്ലെങ്കിൽ റിഖ് എന്നൊക്കെ പറഞ്ഞാൽ ജമ്മ് എഴുതി. അതിന് ജമ്മ എന്തായാലും പ്ലൂരൽ എഴുതിക്കൊള്ളി. റുക്കൂഖ്. റഖിൻ ജമ്മ് റുക്കൂഖ്.
റക്കുൻ ജമ്മു റുഖൂഖ്. തുകൽ എന്നാണ്. തുകൽ തുകൽ നമ്മള് മൃഗങ്ങളുടെ ഒക്കെ തോലില്ലേ, അതിനാണ് റക്ക് എന്ന് പറയാം. അപ്പൊ തുകലിൽ എഴുതപ്പെട്ട ഗ്രന്ഥം എങ്ങനെയുള്ള തുകലാണ്? മൻഷൂർ, നഷറയാണ്. നഷറ യൻഷുർ. നഷറ എന്ന് പറഞ്ഞാൽ നിവർത്തി വെച്ച് അല്ലെങ്കിൽ വിതറി എന്നൊക്കെ അർത്ഥം. നിവർത്തി വെച്ചു, ബുക്ക് നിവർത്തുക അല്ലെങ്കിൽ വസ്ത്രം നിവർത്തുക, അതിനൊക്കെ മൻഷൂർ എന്ന് പറയും. മൻഷൂർ, നഷറ. നഷറ, നൂന് ഷീന് റാ, അതാണ് പാസ്റ്റ്. യൻഷുർ അതിന്റെ പ്രസന്റ് ടെൻസ് ആണ്. നഷർ എന്ന് പറഞ്ഞാൽ നിവർത്തി വെക്കൽ, വിതറി വെക്കൽ എന്നാണ്. മൻഷൂർ മഫ്ഊൽ. മൻഷൂർ മഫ്ഊൽ. ഖുർആനിൽ 2 സ്ഥലത്ത് മൻഷൂർ ഉപയോഗിച്ചു. കിതാബൻ യൽഖാഹു മൻഷൂറ, അവനൊരു ഗ്രന്ഥം അള്ളാഹ് കൊടുക്കും, അത് നിവർത്തി വെക്കപ്പെട്ട ഗ്രന്ഥമായിരിക്കും, മറച്ചു വെക്കപ്പെട്ട ഗ്രന്ഥമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ റഖ്ൻ മൻഷൂർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിവർത്തി വെച്ച തുകലിൽ എന്നാണ്. നിവർത്തി വെച്ച തുകലിൽ. പണ്ട് കാലത്ത് രചനകൾ നടത്തിയിരുന്നത് ഇന്നത്തെ മാതിരി കടലാസ് കണ്ടുപിടിക്കാത്ത കാലത്ത് മൃഗങ്ങളുടെ തോലിൽ രേഖപ്പെടുത്തി വെക്കലാണ്. ആണികൾ കൊണ്ടും വെച്ചും, അല്ലെങ്കിൽ മൃഗങ്ങളുടെ വീതിയുള്ള എല്ലുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പാറകളിലുള്ള കൊത്തുപണികളുണ്ട്, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. അതിന്റെ ലിഖിതങ്ങളൊക്കെ, പുരാതന ലിഖിതങ്ങളൊക്കെ ഇന്നും നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെയാണ് എഴുതി വെക്കപ്പെട്ടിരുന്നത്. അപ്പൊ അങ്ങനെ രക്ക് തുകല് മൻഷൂർ നിവർത്തി വെച്ച. രക്ക് തുകല് മൻഷൂർ നിവർത്തി വെച്ച, രണ്ടും കൂടി പറയുമ്പോൾ നഷറ യൻഷൂർ ആണ് അതിന്റെ റൂട്ട് വേർഡ്. അതിന്റെ മഫൂലാണ് മൻഷൂർ. നിവർത്തി വെക്കപ്പെട്ട തുകലുകളിൽ എഴുതപ്പെട്ട ഗ്രന്ഥം തന്നെയാണ് സത്യം. അവിടെ ഉദ്ദേശിക്കുന്ന ഗ്രന്ഥം വിശദീകരണത്തിൽ പറയാം. ഇപ്പൊ അവിടെ വാക്കർത്ഥം ശ്രദ്ധിക്കാം. വൽ ബൈത്ത്, ബൈത്ത് നമുക്കറിയാം വീട്. മാമൂറയിൽ പഠിക്കേണ്ട ഒരു വാക്കാണ് അമറയാണ്. അമറ. അമറ എന്ന് പറഞ്ഞാൽ അധിവസിച്ചു, താമസിച്ചു എന്നാണ്. അമറ താമസിച്ചു, അധിവസിച്ചു എന്നൊക്കെയാണ്. യഅ്മുറു അതിന്റെ പ്രസന്റൻസ് ആണ്. അംറൻ എന്നാണ് മസ്തർ, ക്രിയാനാമം. ഇതെന്ന് വന്നാണ് ഇമാറത്ത്. ഇമാറത്ത് എന്നാൽ നിർമ്മിതി, നിർമ്മാണം എന്നൊക്കെ വാക്കർത്ഥം ഉപയോഗിക്കുന്നതിന് ഇമാറ. ഇമാറ അതിന്റെ മഫ്ഊലാണ് മാമൂർ. മാമൂർ എന്ന് പറഞ്ഞാൽ അധിവസിക്കുന്ന, അധിവാസമുള്ള, താമസിക്കപ്പെടുന്ന, അധിവസിക്കപ്പെടുന്ന ആ ഭവനം തന്നെയാണ് സത്യം. ഉദ്ദേശിക്കുന്ന ബൈത്തുൽ മാമൂർ എന്താണെന്നുള്ള വിശദീകരണത്തിൽ പറയാം. ബൈത്തുൽ മാമൂർ, അധിവസിക്കുന്ന ഭവനം തന്നെയാണ് സത്യം. ആയത് നമ്പർ 5. സഖഫ്. സഖഫ് എന്ന് പറഞ്ഞാൽ റൂഫ് എന്നാണ് അർത്ഥം ഇംഗ്ലീഷിൽ. മേൽപ്പുര എന്നാ. മേൽപ്പുര, മേൽപ്പുര. സഖഫുൻ ജമ്മ്, 2 ജമ്മുണ്ട്. സുഖുഫുൻ ജമ്മ്, സുഖൂഫുൻ. ഖുർആനിൽ സഖഫ് അതിന്റെ ജമ്മു ഒക്കെ 3 സ്ഥലത്ത് ഉപയോഗിച്ചു. സൂറത്ത് സുഖ്റുഫിലുണ്ട് സുഖുഫ്, ഇതിനെ ബഹുവചനം ഉപയോഗിച്ചിട്ടുണ്ട്. സുഖ്റുഫിലെ 33-ാമത്തെ വചനത്തിൽ ഇതിനെ ബഹുവചനം ഉപയോഗിച്ചു. സുഖുഫുൻ, റൂഫ്, അതായത് മേൽക്കൂരകൾ, മേൽപ്പുരകൾ. സഖഫ് എന്ന് പറഞ്ഞാൽ മേൽപ്പുര. മർഫൂ, റഫ എന്ന് പറഞ്ഞാൽ, റഫ എന്ന് പറഞ്ഞാൽ ഉയർത്തിന, അതിന്റെ മഫൂലാണെന്ന് മർഫൂ. ഉയർത്തപ്പെട്ട മേൽപ്പുര തന്നെയാണ് സത്യം. ഉയർത്തപ്പെട്ട മേൽപ്പുര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകാശങ്ങൾ. നമുക്ക് മീതെ നിവർന്നു നിൽക്കുന്ന ആകാശങ്ങളും ആകാശഗോളങ്ങളും ഒരു മേൽക്കൂര എന്നോണം ഭൂമിക്ക് ഒരു കവചമായിട്ടാണ് നമുക്ക് തോന്നുക. അതുകൊണ്ടാണ് ആ പ്രയോഗം ഖുർആൻ പ്രയോഗിച്ചത്. വസ്സഖഫുൽ മർഫൂ, ഉയർത്തപ്പെട്ട മേൽപ്പുര തന്നെയാണ് സത്യം. മർഫൂ ഖുർആനില് 3 ഇടങ്ങളിൽ വന്നിട്ടുണ്ട്. ഫീഹാ സുറുറും മർഫൂ, സൂറത്ത് ഗാശിയലുണ്ടല്ലോ, ഉയർത്തപ്പെട്ട കട്ടിലുകളുണ്ട്. സൂറത്ത് അബസയിലുണ്ട് മർഫൂഅത്തിൻ മുതഹ്ഹറ, ഉയർത്തപ്പെട്ടതും പരിശുദ്ധമാക്കപ്പെട്ടതും. സൂറത്ത് വാഖിയയിലുണ്ട് ഫീ ഫുർഷിൻ മർഫൂഅ, ഉയർന്നു നിൽക്കുന്ന വിരിപ്പുകള്, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ സഖഫുൽ മർഫൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആകാശഗോളങ്ങളും ആകാശവുമാണ്. അത് മനുഷ്യർക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഉയർത്തപ്പെട്ട ഒരു മേൽക്കൂര മാതിരിയാണ് തോന്നുക ആകാശഗോളം.
അപ്പൊ അതിനെ പിടിച്ചുമാണ് അള്ളാഹു സത്യം ചെയ്ത് ഇവിടെ പറയുന്നത്. ഇനി ഇതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോവാം. ഈ സൂറത്തിന് തൂർ എന്ന് പേര് വരാനുണ്ടായ കാരണം നമുക്കറിയാം. ഈ സൂറത്ത് തുടങ്ങുന്നത് തൂർ വത്തൂർ എന്നുള്ള ആ ആയത്ത് കൊണ്ടാണ്. അതുകൊണ്ടാണ് തൂർ എന്നുള്ള പേര് വരാനുണ്ടായ കാരണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ സൂറത്ത് തൂർ ഓതിയിരുന്നു എന്ന് ഇമാം മാലിക്കിന്റെയും ഇമാം ബുഖാരിയുടെയും ഒക്കെ ഹദീസിൽ കാണാം. ആൻ മുഹമ്മദ് ബിൻ ജുബൈർ ബിൻ മുത്തൈം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബ് നമസ്കരിക്കുമ്പോൾ സൂറത്ത് തൂർ ഓതിയിരുന്നത് ഞാൻ കേട്ടു. വമാ സമയത്തു അഹ്സന സൗത്തം മിന്നു, നബിയേക്കാൾ നല്ല മധുരമായ ശബ്ദത്തിൽ വേറെ ആരും അത് ഓതിയതായിട്ട് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു ഹദീസ്. സൈനബ് ബിൻത് അബൈ സൽമ റിപ്പോർട്ട് ചെയ്യുന്ന അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഉമ്മു സൽമാ റളിയല്ലാഹു, നബിന്റെ ഭാര്യയായ ഉമ്മു സൽമയിൽ നിന്നാണ്. ഉമ്മു സൽമാ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ നബിന്റെ കൂടെ ഉംറക്ക് പോയപ്പോൾ ഞാൻ നബിയോട് അവലാതി പറഞ്ഞു. ശക്കൗത്തു ഇലാ റസൂലുള്ളാഹി അന്നി അഷ്തക്കി, എനിക്ക് ചില വേദനകൾ അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നീ ജനങ്ങളുടെ പിറകിലൂടെ സാവകാശം നീ തവാഫ് ചെയ്തോ, വാഹനപ്പുറത്ത് കയറിയിട്ട് തവാഫ് ചെയ്താൽ മതി, വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടക്കേണ്ടതില്ല. ഞാൻ റസൂലുള്ളാഹി പറഞ്ഞ മാതിരി ഞാൻ ചെയ്തു. എന്നിട്ട് പ്രവാചകൻ നമസ്കരിക്കാൻ പോയി. നമസ്കാരത്തിൽ പ്രവാചകൻ ഓതിയത് ഈ തൂർ എന്നുള്ള സൂറത്താണ്. ആ സൂറത്ത് മധുര സുന്ദരമായിട്ടാണ് പ്രവാചകൻ പാരായണം ചെയ്തിരുന്നത് എന്ന് കാണാം. അപ്പോ റസൂലുള്ളാഹി നമസ്കാരങ്ങളിൽ ഈ സൂറത്ത് ഓതിയിരുന്നു. ഈ സൂറത്തിന്റെ കണ്ടന്റ് അഥവാ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ, നിഷേധികളായ ആളുകളുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു അവന്റെ 5 സൃഷ്ടികളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയാണ്. 5 വസ്തുക്കളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയാണ്. ഒന്ന് തൂറ്, മറ്റൊന്ന് തൂരിസീന പർവ്വതം, മറ്റൊന്ന് നിവർത്തി വെക്കപ്പെട്ട തുകലികളിൽ എഴുതപ്പെട്ട വേദഗ്രന്ഥങ്ങളെ കുറിച്ച് പറയുന്നു. ബൈത്തുൽ മാമൂർ, ആകാശലോകത്ത് മലക്കുകൾ തവാഫ് ചെയ്യുന്ന ബൈത്തുൽ മാമൂറിനെ പിടിച്ച്, പിന്നെ ആകാശ ഗോളങ്ങളെ പിടിച്ച്, പിന്നെ നിറഞ്ഞ സമുദ്രത്തെ പിടിച്ചു അള്ളാഹു സത്യം ചെയ്ത് സ്ഥാപിക്കുന്ന എന്താണ്? അള്ളാഹുവിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നിഷേധികളുടെ ആയ ആളുകളുടെ മേൽ അള്ളാഹിന്റെ ശിക്ഷ സംഭവിക്കുമെന്ന് 5 വസ്തുക്കളെ പിടിച്ച് ആണയിട്ട് പറയുന്നുണ്ട് ഈ സൂറത്ത്. പിന്നീട് പറയുന്നത് കുറ്റവാളികളെ മലക്കുകൾ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന രംഗം ഹൃദയസ്പർശിയായി ഇവിടെ വിവരിക്കുന്നുണ്ട്. അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് ഈ സൂറത്തിൽ പറയുന്നുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ധർമ്മനിഷ്ഠ പാലിക്കുന്ന മുത്തഖീങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും ഈ സൂറയിൽ വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് പറയുന്ന ആളുകളോട് ഈ സൂറത്തിൽ സംവദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെക്കാൾ അഭ്യസ്തവിദ്യരായ എഴുത്തും വായനയും അറിയുന്ന നിങ്ങൾ ഈ ഖുർആൻ പോലെയുള്ള ഒരു ഖുർആനോ അല്ലെങ്കിൽ ഒരു അധ്യായമോ അല്ലെങ്കിൽ ഒരു സൂക്തം പോലും നിങ്ങൾ കൊണ്ടുവരിക, എന്നാൽ നിങ്ങൾ പറയുന്നത് സമ്മതിക്കാം. അത് നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് പൊള്ളയായ വാദങ്ങളാണ് എന്ന് പറയേണ്ടി വരും. അതും അതിനെക്കുറിച്ചുള്ള പ്രതിപാദനം ഈ സൂറത്തിലുണ്ട്. പിന്നെ അള്ളാഹുവിന്റെ പെൺമക്കൾ ഉണ്ട് അല്ലെങ്കിൽ മക്കളുണ്ട് എന്നുള്ള വാദത്തെ ഈ സൂറ ഖണ്ഡിക്കുന്നുണ്ട്. അങ്ങനെ ആശയസമ്പുഷ്ടമായ നമുക്ക് പഠിക്കുവാൻ ഒരുപാട് ആശയങ്ങളുള്ള ഒരു നല്ല സൂറത്താണ് 52-ാമത്തെ അധ്യായം സൂറത്തു തൂർ. ഇനി ഇതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിം മൻശൂർ വൽ ബൈത്തിൽ മഅമൂർ വസ്സഖഫിൽ മർഫൂർ. ഇല്ല, പ്രാസമൊപ്പിച്ച ചെറിയ ആയത്തുകളാണ്. പെട്ടെന്ന് നമുക്ക് ബൈഹാർട്ട് പഠിക്കാൻ പറ്റും. ശ്രമിക്കുന്ന ആളുകൾക്ക് ഖുർആൻ പെട്ടെന്ന് ബൈഹാർട്ടാവുന്ന.
അത് നമ്മൾ ഓതിക്കൊണ്ടിരുന്നാൽ അത് അങ്ങ് നിലനിൽക്കും, ഓതാതിരുന്നാൽ അത് പെട്ടെന്ന് മറന്നു പോകും. അതുകൊണ്ട് ഈ സൂറ തുടങ്ങുകയാണ്. ബൈഹാർട്ട് പഠിക്കുന്ന ആളുകൾക്ക് ഇത് ബൈഹാർട്ട് അടിക്കാൻ വളരെ സിമ്പിളാണ്. 5 ആയത്താണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അതന്നെ നമ്മൾ 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വേണ്ടവർക്ക് അത് എന്ത് ചെയ്യാം, ബൈഹാർട്ട് പഠിക്കാം. അതിനുവേണ്ടി ട്രൈ ചെയ്ത് നോക്കാം, ശ്രമിച്ചു നോക്കാം. ഈ സൂറത്ത് ആരംഭിക്കുന്നത് 5 വസ്തുക്കളെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ്. അള്ളാഹുവിന്റെ താക്കീത് ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. പ്രപഞ്ചത്തിന്റെ നാശം സംഭവിക്കും. തുടർന്ന് വിചാരണയും സംഭവിക്കും. സത്യനിഷേധികളുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷ സംഭവിക്കും. അതിന് തെളിവായിട്ട് അള്ളാഹു സത്യം ചെയ്ത് പറയുന്ന 5 വസ്തുക്കളിൽ ഒന്നാമത്തത് വത്തൂർ. തൂറിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു, വൃക്ഷങ്ങൾ മുളക്കുന്ന മലയാണ്. ആ അർത്ഥത്തിൽ, ആ ഭാഷാർത്ഥത്തിൽ കോമൺ ആയിട്ട് ലോകത്തുള്ള സസ്യലതാദികൾ മുളക്കുന്ന നിബിഡമായ വനങ്ങളുള്ള മലകളെ എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്താം. മനുഷ്യർക്ക് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ പർവ്വതങ്ങളെ ഉണ്ട്. അതിനെ ആണിയാക്കി, ഭൂമിക്ക് ആണിയാക്കി നിശ്ചയിച്ചതിലുണ്ട്. അത് മനസ്സിലാക്കുവാൻ വേണ്ടി അള്ളാഹു തൂർ എന്ന പർവ്വതങ്ങളെ എടുത്തു ഉദ്ധരിക്കുകയാണ്, പറയുകയാണ്. ഭൂരിഭാഗം മുഫസ്സിരീങ്ങളും പറയുന്ന അർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നത് തൂരിസീന പർവ്വതമാണ്. തൂരിസീന പർവ്വതത്തിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മൂസാ നബി അലൈഹിസ്സലാമിന് വഹി ഇറങ്ങിയതാണ്. ഷുഐബ് നബിയുടെ മകളെ വിവാഹം കഴിച്ച് ഷുഐബ് നബിയുമായി ചെയ്ത കണ്ടീഷൻ പൂർത്തിയാക്കി ആ മഹറിന് വേണ്ടി 10 വർഷം ആടിനെ മേയിച്ച് തിരിച്ചു വരുന്ന സന്ദർഭത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാമക്ക് തൂരിസീന പർവ്വതത്തിൽ വെച്ച് വഹി ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം, അല്ലെ? അദ്ദേഹം ഒരു വെളിച്ചം കാണുകയും വെളിച്ചം പിന്തുടർന്നു പോവുകയും ആ വെളിച്ചം അള്ളാഹുവിന്റെ പ്രകാശമായിരുന്നു. അതാണ് അങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പിന്നെ വഹി ലഭിക്കുന്നത്. തൂർ എന്നുള്ള ഈ പർവ്വതം, തൂർ സീന പർവ്വതത്തെ കുറിച്ച് ഖുർആനിൽ 10 സ്ഥലങ്ങളിൽ മൂസാ നബിയുടെ സംഭവ ചരിത്രവുമായിട്ട് പിന്നെ ബന്ധപ്പെട്ട് പറയുന്നുണ്ട് എന്നാണ്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പർവ്വതമാണ് തൂരിസീന പർവ്വതം. ഒന്നാമതായിട്ട് മൂസാ നബിക്ക് വഹി ലഭിച്ചത്, പിന്നീട് തൗറാത്ത് വാങ്ങാൻ വേണ്ടി മൂസാ നബിയോട് വരാൻ പറഞ്ഞതും ഈ തൂരിസീന പർവ്വതത്തിലേക്കാണ്. പിന്നെ 40 ദിവസം വ്രതമനുഷ്ഠിച്ച് പൂർത്തിയാക്കി തെരഞ്ഞെടുക്കപ്പെട്ട 70 ആളുകളുമായിട്ട് വരാൻ വേണ്ടി പറഞ്ഞ സ്ഥലവും ഇത് തന്നെയാണ്. അങ്ങനെ അവർ കരാർ ലംഘിച്ചപ്പോൾ പർവ്വതം എടുത്ത് ഉയർത്തി കാണിച്ച് ഇവരെ ഉടനെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതും ഈ തൂരിസീന പർവ്വതമാണ്. 95-ാം അധ്യായം സൂറത്തു തീൻ, വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീൻ, അവിടെയും ഈ തൂരിസീന പർവ്വതത്തെ പിടിച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. വത്തീൻ വസ്സൈത്തൂൻ വതൂരി സീനീൻ, അത്തിപ്പഴം കൊണ്ടും ഒലീവ് വൃക്ഷത്തെ കൊണ്ടും ഇതാ സത്യം ചെയ്ത് പറയുന്നു. തൂരിസീനീൻ, തൂരിസീന പർവ്വതത്തെ പിടിച്ചുകൊണ്ടും അള്ളാഹു അവിടെ സത്യം ചെയ്ത് പറയുന്നുണ്ട്. അതേമാതിരി ഇവിടെയും തൂരിസീന പർവ്വതത്തെ പിടിച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്യുകയാണ്. അപ്പൊ 2 ആശയവും നമുക്ക് വെക്കാം. ഒന്ന്, തൂരിസീന പർവ്വതത്തെ പിടിച്ചുകൊണ്ട് മൂസാ നബിയുടെ ബഹുലമായ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിൽ ചിന്തിക്കുവാൻ വേണ്ടി പ്രചോദനം നൽകിയും കൊണ്ട് ആ തൂരിസീന പർവ്വതത്തെ പിടിച്ചൊന്ന് സത്യം ചെയ്യും. ലോകത്തുള്ള പർവ്വതങ്ങളെല്ലാം തന്നെ മനുഷ്യർക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഭൂമി ഭൂകമ്പം കൊണ്ട് ഇളകാതിരിക്കുവാൻ അള്ളാഹു നിശ്ചയിച്ച സംവിധാനമാണിത്. അതുകൊണ്ട് ഈ ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാരെ മാത്രമല്ല എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടി നമുക്ക് മുന്നറിയിപ്പ് നൽകിയാണ് ഈ സത്യം ചെയ്യുന്നതിലൂടെ അള്ളാഹു ചെയ്യുന്നത്. 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ. വകിതാബിൻ, ഒരു ഗ്രന്ഥത്തെ പിടിച്ചുകൊണ്ടും, ഒരു ഗ്രന്ഥം തന്നെയാണ് സത്യം. ഇങ്ങനെയുള്ള ഗ്രന്ഥം മസ്തൂർ, എഴുതപ്പെട്ട ഗ്രന്ഥം. ഏതിലാണ് അത് എഴുതിയിട്ടുള്ളത്? ഫീ റഖിൻ, തുകലിലാണ് എഴുതിയിട്ടുള്ളത്. മൻശൂർ, നിവർത്തി വെക്കപ്പെട്ട തുകലിൽ എഴുതിയിട്ടുള്ള ഗ്രന്ഥം തന്നെയാണ് സത്യം എന്നാണ്. ഈ ഗ്രന്ഥം ഏതാണ് എന്നുള്ള വിഷയത്തിൽ മുഫസ്സിരീങ്ങൾക്കിടയിൽ 3 അഭിപ്രായങ്ങളാണ് വന്നിട്ടുള്ളത്. ഇത് ഒന്നാമതായിട്ടുള്ള അഭിപ്രായം, അതാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം. അത് നേരത്തെ സൂചിപ്പിച്ച മാതിരി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇറങ്ങിയപ്പോ ആ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തപ്പോ എഴുത്തറിയുന്ന ആളുകള് ഈ തുകൽ ഉണക്കിയിട്ട് അതിൽ പ്രത്യേക രൂപത്തിൽ എഴുതിയിരുന്നു. പേന കണ്ടുപിടിക്കാത്തൊരു കാലഘട്ടവും പിന്നെ അതേമാതിരി കടലാസ് കണ്ടുപിടിക്കാത്ത കാലഘട്ടമായിരുന്നു. അങ്ങനെ അത് തുകലിലും വീതിയുള്ള ഒട്ടകങ്ങളുടെ എല്ലിലുമൊക്കെയാണ് എഴുതി വെച്ചിരുന്നത്. അങ്ങനെ എഴുതി വെക്കപ്പെട്ട ഖുർആന്, തൗറാത്ത്, ഇഞ്ചീല് പോലെയുള്ള ഗ്രന്ഥങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ അഭിപ്രായം. അവിടെ മൻഷൂർ നിവർത്തി വെക്കപ്പെട്ടതെന്ന് പറഞ്ഞത് ആ ഗ്രന്ഥം ആർക്കും വായിക്കാവുന്ന വിധം അത് പരസ്യമാക്കപ്പെട്ടതാണ്, പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്, ജനമധ്യേ പരസ്യമാക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. ആർക്കും അത് പാരായണം ചെയ്യാം. ആ രൂപത്തിൽ വളരെ വ്യക്തമായിട്ട് പരസ്യമാക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എന്നാണ്. നിവർത്തിവെക്കപ്പെട്ട ഗ്രന്ഥം എന്നതുകൊണ്ട് നിവർത്തിവെക്കപ്പെട്ട തുകലിൽ എഴുതപ്പെട്ട ഗ്രന്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. രണ്ടാമത്തെ അഭിപ്രായം, അള്ളാഹുവിന്റെ വിജ്ഞാന കോശമായ ലൗഹുൽ മഹ്ഫൂദ്, സർവ വിജ്ഞാനങ്ങളും ശേഖരിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിനാണ് ഈ നിവർത്തി വെക്കപ്പെട്ട തുകലിൽ എഴുതപ്പെട്ട ഗ്രന്ഥം എന്ന് ഇമാം ഖതാദയെ പോലെയുള്ള ആളുകളുടെ അഭിപ്രായം. മൂന്നാമതൊരു അഭിപ്രായം, സൃഷ്ടികളുടെ കർമ്മരേഖകൾ, കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന രേഖ പരലോകത്ത് കൊടുക്കല്ലോ, അതും ഇങ്ങനെ തന്നെ കൃത്യമായി എഴുതി വെക്കപ്പെട്ടതാണ്. അത് കൊടുക്കുമെന്നാണ്. ഇതിൽ ഏറ്റവും ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇതേ പ്രയോഗം ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ സൂറത്ത് ഇസ്രായേലിലെ 13-ാമത്തെ വചനത്തിൽ കാണാം, വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. മൻശൂർ പടി വന്നിട്ടോ. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി, പുനരുദ്ധാരണ ദിവസം അവന് നാം നൽകുന്നതാണ് കിതാബ് എന്നൊരു ഗ്രന്ഥം. യൽഖാഹു, അവൻ അതിന് ആ ഗ്രന്ഥത്തെ അവന് കാണാം. മൻശൂറ, നിവർത്തി വെക്കപ്പെട്ടതായിട്ട് അവന് കാണാവുന്ന ഒരു ഗ്രന്ഥം അന്ത്യദിനത്തിൽ അവന് നാം നൽകുന്നതാകുന്നു. അപ്പോ ഈ മൂന്ന് അർത്ഥങ്ങൾ ഇതിനുണ്ടെങ്കിലും ഒന്നാമതായി പറഞ്ഞ വേദഗ്രന്ഥങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം. ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യർക്ക് മാർഗദർശനം നൽകാനും അവർക്ക് ദിശാബോധം നൽകാനും എങ്ങോട്ട് സഞ്ചരിക്കണം എന്ന് ലക്ഷ്യബോധം നൽകുവാനും വേണ്ടി അവതീർണമായ ഗ്രന്ഥങ്ങൾ, അത് വലിയ അത്ഭുതങ്ങളാണ്, വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഖുർആനെ പോലെയുള്ള ഗ്രന്ഥം ഇന്നും മാറ്റങ്ങൾ വരുത്തി വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർ അത് ചിന്തിക്കുവാൻ വേണ്ടി അള്ളാഹു അതിനെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തു പറയാം. ഈ ഗ്രന്ഥങ്ങൾ, അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളെ പിടിച്ചുകൊണ്ട് അള്ളാഹ് സത്യം ചെയ്തു പറയും. രണ്ടാമത്തെ സത്യം അതാണ്. മൂന്നാമത്തെ സത്യം എന്താണ്? വൽ ബൈത്തിൽ മഅമൂർ. വൽ ബൈത്തിൽ മഅമൂർ, അധിവാസമുള്ള മന്ദിരം തന്നെയാണ് സത്യം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 7-ാം ആകാശത്തിനപ്പുറത്ത് മലക്കുകളും മറ്റും തവാഫ് ചെയ്യുന്ന, നമസ്കരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ബൈത്തുൽ മഅമൂർ എന്നുള്ള ആ ഭവനം ആകുന്നു എന്നാണ്. മലക്കുകൾക്ക് ഭൗതിക ലോകത്ത് മനുഷ്യർ കഅബ തവാഫ് ചെയ്യും പ്രകാരം 7-ാം ആകാശത്തിന്റെ അപ്പുറം മലക്കുകൾക്ക് തവാഫ് ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു മന്ദിരമാണ് ബൈത്തുൽ മഅമൂർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന് പോയപ്പോൾ ബൈത്തുൽ മഅമൂറിനെ കണ്ടു എന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, സുമ്മ റുഫിയ ബി ഇലൽ ബൈത്തുൽ മഅമൂർ. അങ്ങനെ കുറെ സംഭവങ്ങൾ പറഞ്ഞ ദീർഘമായ മിഅ്റാജിന്റെ ഹദീസാണ്. എന്നിട്ട് റസൂൽ പറയാണ്, പിന്നെ എന്നെ ബൈത്തുൽ മഅമൂറിലേക്ക് ഉയർത്തപ്പെട്ടു. 70,000 മലക്കുകൾ എല്ലാ ദിവസവും ആ ബൈത്തുൽ മഅമൂറിൽ തവാഫിനും അതേമാതിരി പ്രാർത്ഥനക്കും സലാത്തിനും വേണ്ടി, നമസ്കാരത്തിനും വേണ്ടി പ്രവേശിക്കുന്നുണ്ട്. പക്ഷെ ലാ യഊദുനില്ല, പ്രവേശിക്കുന്നത് തിരിച്ചു വരുന്നില്ല. അങ്ങനെ എല്ലാ ദിവസവും പ്രവേശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എത്ര മലക്കുകളാണ് ആകാശലോകത്തുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ മലക്കുകൾ അള്ളാഹുവിന് തസ്ബീഹും തഹ്ലീലും
അതേമാതിരി തവാഫും ഒക്കെ അവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ബൈത്തുൽ മഅമൂർ ഇതിന് പേര് വരാൻ കാരണം എപ്പോഴും മനുഷ്യന്റെ അല്ല മലക്കുകളുടെ അധിവാസമുള്ള ഒരു മന്ദിരമാണ്. അപ്പം ബൈത്തുൽ മഅമൂർ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഉദ്ദേശം അതല്ല, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബാലയമാണ് എന്ന്. കഅബാലയം എന്താണ്? അധിവാസമുള്ള ഒരു മന്ദിരമാണ്. അവിടെയും എല്ലാ വർഷങ്ങളിൽ 360 ദിവസവും അവിടെ തവാഫ് നടന്നുകൊണ്ട് നമസ്കാരത്തിന്റെ സമയത്ത് മാത്രമാണ് തവാഫ് സ്റ്റോപ്പ് ആകുന്നത്. ബാക്കി എല്ലാ സമയത്തും തവാഫും അതേമാതിരി ദുആവും തസ്ബീഹും തഹ്ലീലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കഅബാലയമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അഭിപ്രായമുണ്ട്. പക്ഷെ പ്രബലമായിട്ടുള്ള അഭിപ്രായം ആകാശലോകത്തുള്ള ബൈത്തുൽ മഅമൂർ ആണ് എന്നുള്ളതാണ്. അപ്പൊ അതിലും ചിന്തിക്കുന്നവർക്ക്, ഈ രണ്ട് ഭവനത്തിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുള്ളത് കൊണ്ട് അള്ളാഹു ഇതിലൂടെ പ്രത്യേകം എടുത്ത് നമ്മുടെ ചിന്തയെ ഉജ്ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 5-ാമത്തെ വചനം 4-ാമത്തെ സത്യവും സഖഫ് എന്ന് പറഞ്ഞാൽ റൂഫ്, മേൽപ്പുര. അൽ മർഫൂ, മർഫൂ എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെട്ട മേൽപ്പുര തന്നെയാണ് സത്യം. ഈ മനുഷ്യന്റെ മീതെ മേൽക്കൂര എന്നോണം അള്ളാഹു ആകാശത്തെ സൃഷ്ടിച്ചു. നമ്മൾ ആ ഭൂമിയിൽ നോക്കുമ്പോൾ, മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു വീടിന്റെ മേൽക്കൂര എന്നോണം കാണാം. നക്ഷത്ര നിബിഡമായ നീലാകാശം എന്നും മനുഷ്യന് അത്ഭുതമാണ്. ആകാശഗോളങ്ങളെ കുറിച്ചും ആ മേൽക്കൂരയെ കുറിച്ചും ഖുർആൻ ഒരുപാട് സ്ഥലത്ത് വിശേഷിച്ചിട്ടുണ്ട്. ദൈർഘ്യം പറയുന്ന 1-2 സ്ഥലങ്ങൾ പറയാം. സൂറത്ത് 13-ാം അധ്യായം, സൂറത്ത് റാഇദിലെ 2-ാം വചനം. അള്ളാഹുവാണ് ആകാശങ്ങളെ ഉയർത്തിയത്, അള്ളാഹുവാണ്. സൂറത്ത് അംബിയായിലെ 33-ാം വചനത്തിൽ പറയുന്നു, ഇതേ പ്രയോഗം തന്നെ അവിടെ കാണാം. സൂറത്ത് അംബിയായിലെ 33-ാമത്തെ വചനത്തിൽ ആകാശത്തെ നാം ആക്കുകയും ചെയ്തു. എന്ത് ആക്കി? സഖഫൻ, മേൽപ്പുരയാക്കി. മഹ്ഫൂളൻ, സൂക്ഷിക്കപ്പെടുന്ന, പ്രൊട്ടക്റ്റഡായ, സംരക്ഷിക്കപ്പെടുന്ന ഒരു മേൽക്കൂര. അങ്ങനെ ആകാശഗോളത്തെ നാം ആക്കി. അല്ലെ? ആകാശത്തിലുള്ള സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇവിടെ ഉദാഹരണം എടുത്തു പറഞ്ഞത്. അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം, പഠിക്കണം. അല്ലെ? ഗോളശാസ്ത്രം പഠിക്കണം. എന്നിട്ട് സൂറത്ത് മുൽക്കിൽ ചോദിക്കുന്നുണ്ട്, 67-ാം അധ്യായം സൂറത്ത് മുൽക്കിലെ 3-4 വചനങ്ങളിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആകാശലോകത്തിന്റെ ആ സെറ്റപ്പ്, ആ തർത്തീബ്, ആ ഓർഡർ ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നിങ്ങൾ നോക്കണം, എന്തെങ്കിലും വിടവുണ്ടോ, എവിടെയെങ്കിലും ജാമുണ്ടോ, എവിടെയെങ്കിലും ബ്ലോക്കായി പോയിട്ടുണ്ടോ ഈ ഭ്രമണവും. ഒരു വട്ടമല്ല 2 വട്ടം ചിന്തിച്ചു നോക്കാം. നമ്മൾ പഠിച്ചൊരു സൂറത്താണ് സൂറത്ത് മുൽക്ക് 66. അതിൽ പറയാണ്, ഇതിനൊക്കെ കുറിച്ച് പഠിക്കണം, പഠിച്ച് ചിന്തിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ ഈ സെറ്റപ്പിൽ, ഈ സംവിധാനത്തിൽ വല്ല തകരാറുണ്ടോ ചിന്തിക്കണം. എത്ര ചിന്തിച്ചാലും നിനക്ക് നിരാശയായിരിക്കും ഫലം എന്ന് അവിടെ പറയും. അപ്പോ ആകാശത്തെ മേൽക്കൂര എന്നോണം മനുഷ്യന്റെ മുകളിൽ അള്ളാഹു സൃഷ്ടിച്ചു. അതിനെയാണ് അള്ളാഹു 4-ാമതായി സത്യം ചെയ്ത് പറയും. ഈ 4 സത്യങ്ങൾ നമുക്ക് ഇവിടെ ദർശിക്കാം, നമുക്ക് മനസ്സിലാവും. ഇനി നമുക്കത് ഇതിന്റെ റിവിഷൻ ഭാഗത്തേക്ക്, മുറാജ ഭാഗത്തേക്ക് പോവുകയാണ്. ഒന്നുകൂടി നമ്മൾ പാരായണം നടത്തിയിട്ട് ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞിട്ട് ആശയ സംഗ്രഹവും കൂടി വിശദീകരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നുകൂടി അതിന്റെ ഖിറാഅത്ത് ഒന്ന് കേൾക്കാം. അജമിയുടെ ഖിറാഅത്ത് ഒന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. بسم الله الرحمن الرحيم. والطور وكتاب مسطور في رق منشور والبيت المعمور والسقف المرفوع. ബൈഹാട്ട് പഠിക്കാൻ വളരെ സുഖമാണ്. ആകെ 5 ആയത്ത് നമ്മൾ എടുക്കുന്നത് കേട്ടോ, പഠിച്ചോളി. വത്തൂർ വകിതാബിൻ മസ്തൂർ.
في رق منشور والبيت المعمور والسقف المرفوع. എന്താണ് അതിന് ഓതാനുള്ള ട്യൂണിൽ ഓതുമ്പോഴുള്ള രസം നമുക്ക് അത് ആസ്വദിച്ച് ഓതാൻ പറ്റും. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിം മൻശൂർ വൽബൈത്തിൽ മഅമൂർ വസ്സഖഫിൽ മർഫൂർ. ആ പാരായണ സൗന്ദര്യം മാതിരി തന്നെയാണ് ആശയ സൗരഭ്യവും നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് വത്തൂർ, തൂരിസീന പർവ്വതം തന്നെയാണ് സത്യം. അല്ലെങ്കിൽ ലോകത്തുള്ള സസ്യലതാദികൾ മുളക്കുന്ന സർവ പർവ്വതങ്ങളും തന്നെയാണ് സത്യം. കിതാബിൻ മസ്തൂർ, കിതാബ് ഗ്രന്ഥം, മസ്തൂർ എഴുതപ്പെട്ട ഗ്രന്ഥം തന്നെയാണ് സത്യം. ഏതിലാണ് ഗ്രന്ഥം എഴുതിയത്? ഫീ റഖിൻ, തുകലിൽ അല്ലെങ്കിൽ തോലിൽ, മൻഷൂർ നിവർത്തിവെച്ച പരത്തിവെച്ച തോലിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ, വേദഗ്രന്ഥങ്ങൾ തന്നെയാണ് സത്യം. അള്ളാഹു ഇറക്കിത്തന്ന ഗ്രന്ഥങ്ങൾ തന്നെയാണ് സത്യം. വൽ ബൈത്തുൽ മഅമൂർ, ആകാശലോകത്ത് മലക്കുകൾ തവാഫ് ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ബൈത്തുൽ മഅമൂർ തന്നെയാണ് സത്യം. വസ്സഖഫിൽ മർഫൂ, ഉയർത്തപ്പെട്ട മനുഷ്യന് മേൽക്കൂരയെന്നോണം ഉയർത്തപ്പെട്ട മേൽപ്പുരയാകുന്ന ആകാശം തന്നെയാണ് സത്യം. അള്ളാഹു ഇതെല്ലാം പിടിച്ചു സത്യം ചെയ്ത് പറയുകയാണ്. ഈ 5 ആയത്തിൽ നമുക്കെല്ലാം ഉൾക്കൊള്ളാൻ പറ്റിയ 1-2 ആശയങ്ങളുണ്ട്. ഒന്നെന്താണ്? അള്ളാഹുവിന് സൃഷ്ടികളിൽപ്പെട്ട ഏതിനെയും പിടിച്ച് സത്യം ചെയ്ത് പറയാമെന്ന്. അള്ളാഹ്ക്ക് ഏത് വസ്തുക്കളെയും പിടിച്ച് സത്യം ചെയ്ത് പറയാം, അല്ലെ? അള്ളാഹു ഉദാഹരണം പറയുന്നുണ്ട്, കൊതുകിന്റെ ഉദാഹരണം, അല്ലെ? അതേമാതിരി എട്ടുകാലിന്റെ ഉദാഹരണം, എന്തു പറയാം. അതേമാതിരി സത്യവും അങ്ങനെ തന്നെ, അള്ളാഹ്ക്ക് ഏത് കുറിച്ച് സത്യം ചെയ്തു. പക്ഷെ മനുഷ്യർക്ക് അള്ളാഹുവിനെ പിടിച്ച് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. ഹദീസുകൾ കൃത്യമായി വന്നിട്ടുള്ളതാണെങ്കിൽ ആരെങ്കിലും സത്യം ആരെങ്കിലും സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൽ പിടിച്ച് സത്യം ചെയ്യട്ടെ. മമ്പുറത്തെ തങ്ങളെയാണ് സത്യം, അല്ലെങ്കിൽ അജ്മീർ ഹോജയാണ് സത്യം എന്നൊക്കെ സത്യം ചെയ്യുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്, ഖുർആന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറയാം. വല്ലാഹി, അള്ളാഹു തന്നെയാണ് സത്യം, അതും അത്യാവശ്യമായ ഘട്ടങ്ങളിൽ മാത്രം മതി. വെറുതെ അങ്ങനെ വല്ലാഹി വല്ലാഹി എന്ന് പറയാം. അറബികൾ വല്ലാഹി എന്ന് പറയുന്നത് സത്യം ചെയ്യുന്ന ട്യൂണിലല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് ഷുവർലി എന്നുള്ള അർത്ഥത്തിന് വല്ലാഹി ഉപയോഗിക്കും. അത് സത്യമായി നിങ്ങൾ കാണും, അത് അവരുടെ സംസാര ശൈലിയിൽ വരുന്ന. അപ്പോ നമ്മൾ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് പറയുവാനേ പാടുള്ളൂ. അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് പറയാം, അള്ളാഹുവിനെ ആരെയും പിടിച്ച് സത്യം ചെയ്ത് പറയാം. അതാണ് ഒന്നാമത്തെ ആശയം. രണ്ടാമത്തത്, അള്ളാഹു സത്യം ചെയ്യുന്ന ഈ 4 സത്യം നമ്മൾ പറഞ്ഞു. അതിലെ ആ വസ്തുക്കളിലെ ഗുണപാഠം എന്തൊക്കെയാണ്, അതിന്റെ ചരിത്ര പ്രാധാന്യം, ആ സ്ഥലത്ത് തൂരിസീന പർവ്വതത്തിന്റെ ഒക്കെ ചരിത്ര പ്രാധാന്യം എന്താണ്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ സത്യം ചെയ്യുന്നത്. അതിൽ ഓരോ യുക്തിയുണ്ട്, ഓരോ സത്യത്തിൽ വിഷയവുമായി അത് ബന്ധപ്പെട്ട് കൊണ്ടേയിരിക്കും. അത് നമ്മൾ ചിന്തിക്കണം, അല്ലേ? ഉദാഹരണം, തൂരിസീന പർവ്വതം, വേദഗ്രന്ഥങ്ങള്, ബൈത്തുൽ മാമൂർ, ആകാശഗോളങ്ങള്, ഇതിന്റെ ഒക്കെ അടങ്ങിയ അതിലെ ഗുണപാഠങ്ങളും അന്തസത്തകളും ഒക്കെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളണം. അതിനു വേണ്ടിയാണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ഗുണപാഠം നമ്മൾ അള്ളാഹുവിനെ പിടിച്ചു മാത്രം അനിവാര്യമായ ഘട്ടത്തിൽ സത്യം ചെയ്ത് പറയുക. ഭാരതത്തിനെ കുറിച്ചും സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹു നമ്മുടെ ചിന്തയിലേക്ക് ഇട്ടുതരുന്ന സത്യങ്ങളാവട്ടെ, ചിന്തകളാകട്ടെ, ഗുണപാഠങ്ങളാവട്ടെ, അത് നമ്മൾ ഉൾക്കൊള്ളുക, അത് ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു അത്തരം സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറ്റങ്ങൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ അമലുകളെല്ലാം തന്നെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വാലിഹായ സൽക്രമങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. റബ്ബ് തആല അവർക്കെല്ലാം തന്നെ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉത്തരാദികൾ തുടങ്ങിയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين وانتصر لهم من اليهود المعتلين الغاصبين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. السلام عليكم ورحمة الله.